നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ്. അണക്കെട്ട് സുരക്ഷിതമാണെന്ന വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജിയിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. മലയാളിയായ അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയാണ് ഹർജിക്കാരൻ. കേന്ദ്ര സർക്കാരിന് നൽകിയ നോട്ടീസിൽ സുപ്രീം കോടതി പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡാം സുരക്ഷാ നിയമപ്രകാരം എന്തെല്ലാം നടപടികൾ എടുത്തുവെന്ന് അറിയിക്കുക എന്ന നിർദ്ദേശമാണ്. നിയമത്തിന് കീഴിൽ ചട്ടങ്ങൾ രൂപീകരിച്ചോ? ഈ ഒരു നിർണായക ചോദ്യം കൂടി സുപ്രീം കോടതി കേന്ദ്രത്തോട് ചോദിച്ചിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അണക്കെട്ട് സുരക്ഷിതമെന്ന 2006-ലെയും 2014-ലെയും വിധികൾ റദ്ദാക്കണമെന്നും ജലനിരപ്പ് 120 അടിയായി കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഹർജി സമർപ്പിച്ചത്. നിയമമുണ്ടാക്കി 3 വർഷം കഴിഞ്ഞിട്ടും കേന്ദ്രം ഒന്നും ചെയ്തില്ലെന്ന് കേരളം വാദിച്ചു. ജനുവരി 3-ാം വാരം ഹർജി വീണ്ടും പരിഗണിക്കും. അതേസമയം ഡാം സുരക്ഷാ നിയമം അനുസരിച്ച് ഡാം സുരക്ഷയ്ക്കുള്ള ദേശീയ സമിതി രൂപീകരിക്കാത്തതിൽ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ എന്നിവർ കൂടി അംഗങ്ങളായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. അതൃപ്തി രേഖപ്പെടുത്തിയ സുപ്രീം കോടതി ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ മാസം 22-നാണ് ഹർജി വീണ്ടും പരിഗണിക്കുക. 130 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് ഉത്തരവിടും എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമെന്ന കേരളത്തിന്റെ നിരന്തര ആവശ്യത്തിൽ കേന്ദ്രം വളരെ പരുക്കനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മെല്ലപ്പോക്ക് എന്ന രീതിയിലുള്ളൊരു സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിമർശനവും നിർദ്ദേശങ്ങളുമെല്ലാം കേരളത്തിന് വലിയ രീതിയിൽ ആശ്വാസം നൽകുകയാണ്. സുരക്ഷാ പരിശോധനയ്ക്ക് വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് കോടതി പറഞ്ഞു. ഡാം സുരക്ഷാ നിയമപ്രകാരമുള്ള ദേശീയ കമ്മിറ്റി ഇനിയും രൂപീകരിച്ചിട്ടില്ല. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ 2014-ലെ വിധിയുടെ അടിസ്ഥാനത്തിൽ മേൽനോട്ട സമിതിക്കും ഡാം സുരക്ഷാ നിയമത്തിൽ വ്യവസ്ഥ വേണമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. കേന്ദ്ര നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടിയിലേക്ക് കടക്കും. വിഷയത്തിൽ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയുടെ സഹായവും കോടതി തേടി. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിലപാടും നിർദ്ദേശവും അറ്റോർണി ജനറൽ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. 1886-ലെ പാട്ടക്കരാർ നിലനിൽക്കുമോ എന്ന വിഷയത്തിൽ വാദം കേൾക്കാൻ സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടെയാണ് പുതിയ ഹർജിയും കൂടി എത്തിയിരിക്കുന്നത്. അതേസമയം അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ മേൽനോട്ട സമിതി യോഗത്തിൽ ധാരണയായിരുന്നു. ഡാമിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പവും പ്രളയവും പ്രതിരോധിക്കാനുള്ള ശേഷി, ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധിക്കാനായിരുന്നു തീരുമാനം. 12 മാസത്തിനകം പൂർത്തിയാക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ നടപടി തുടങ്ങിയിട്ടില്ല. 2011-ൽ സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റിയാണ് ഒടുവിലായി ഡാമിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. എന്തായാലും സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു നീക്കം കേരളത്തിന് വലിയ ആശ്വാസം നൽകുകയാണ്. തീർച്ചയായിട്ടും കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് എത്രയും വേഗം ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്ന നിർദ്ദേശം കേന്ദ്രത്തോട് സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.